കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ക്വാളിഫയർ സ്വപ്നം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും കേരള സ്ട്രൈക്കേഴ്സിന് ക്വാളിഫയറിലൊക്കെ കയറാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുപോയി കാണുക, നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്. ഇന്ന് ഭോജ്പുരി ദബാങ്സും അതുപോലെ തന്നെ ബംഗാൾ ടൈഗേഴ്സും തമ്മിലുള്ളൊരു മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചോടെയാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ക്വാളിഫയർ സ്വപ്നം അവസാനിച്ചത്. ഇന്നലെ അത് ഞാൻ പറഞ്ഞിരുന്നു, 2 മാച്ച് ബംഗാൾ ടൈഗേഴ്സ് തോക്കണം, അവർ ഒരിക്കലും 6 പോയിന്റിലേക്ക് പോകരുത്. അതായത് ഒരു ടീമും 6 പോയിന്റിലേക്ക് പോകരുത്. അത് കർണാടക ബുൾഡോസർ ഒഴിച്ച് ബാക്കി ഒരു ടീമും 6 പോയിന്റിലേക്ക് പോയില്ലെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സിന് റൺ റേറ്റ് കുറച്ച് കൂട്ടി ക്വാളിഫയർ കളിക്കാൻ പറ്റുന്നു. പക്ഷേ എന്തായാലും ആ ഒരു സ്വപ്നം അവസാനിച്ചു. ബംഗാൾ ടൈഗേഴ്സ് 6 പോയിന്റിലേക്ക് പോയി കഴിഞ്ഞു. ഒരു വേറെ ലെവൽ ബംഗാൾ ടൈഗേഴ്സിനെയാണ് നമ്മൾ പിച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് വരെ കാണാത്ത ഒരു ബംഗാൾ ടൈഗേഴ്സ്. അവരുടെ എല്ലാവരും നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു, ബാറ്റ് ചെയ്യുന്നു. ജിഷു സെൻഗുപ്ത, ജാമി ബാനർജി, രാഹുൽ, സത്യദീപ്, ബോണി, അതുപോലെ തന്നെ ജോയി തുടങ്ങിയ കുറേയധികം പേരുണ്ട്. അവരെല്ലാം മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുന്നു, ബോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ വിക്കറ്റ് കീപ്പിംഗ് എല്ലാം സെറ്റാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബംഗാൾ ടൈഗേഴ്സ് 2 മാച്ചും വിജയിക്കാൻ പാടില്ല. അത് നമ്മുടെ സെമി ഫൈനൽ സാധ്യതകളെ തന്നെ മങ്ങലേൽപ്പിക്കുമെന്ന്. എന്തായാലും ആ 2 മാച്ചും അവർ വിജയിച്ചു. 2 ടീം ഏതാണ്ടൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അതൊന്നും കർണാടക ബുൾഡോസറും അതുപോലെ തന്നെ ബംഗാൾ ടൈഗേഴ്സുമാണ്. ഇവർക്ക് 2 പേർക്കും അത്യാവശ്യം നല്ല റൺ റേറ്റ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇവർ ക്വാളിഫൈ ചെയ്യുന്നത് തന്നെയാണ്. സോ ഇനി 2 സ്പോട്ടുകളെ ബാക്കിയുള്ളൂ. 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും. അവിടെ ആര് ഫിനിഷ് ചെയ്യുമെന്നാണ് എല്ലാവരും തന്നെ നോക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ബംഗാൾ 2 കളിയിൽ തോറ്റിരുന്നെങ്കിൽ ആ ഒരു 3 സ്പോട്ട് അവിടെ നിലനിന്നേനെ. അതുകൊണ്ട് തന്നെ കേരള സ്ട്രൈക്കേഴ്സിന് ചെന്നൈ റൈനോസിൻ്റെ മാച്ച് വെറുതെ ഒന്ന് വിജയിച്ചാൽ മതിയായിരുന്നു. സുഖമായിട്ട് സെമി ഫൈനലിൽ അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് കയറായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസ്ഥ കുറച്ചുകൂടി മോശമായിരിക്കുകയാണ്. ഇന്നിപ്പോൾ മുംബൈ ഹീറോസിൻ്റെ മാച്ച് നടപ്പുണ്ട്. അവർ ആ ഒരു മാച്ചിൽ പരാജയപ്പെടണം. അതുപോലെ തന്നെ നാളെ തെലുങ്കു വാരീസിൻ്റെ മാച്ച് നടപ്പുണ്ട്. ആ ഒരു മാച്ചിൽ തെലുങ്കു വാരീസും പരാജയപ്പെടണം. എന്നാലേ കേരള സ്ട്രൈക്കേഴ്സിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബംഗാൾ ടൈഗേഴ്സിൻ്റെ വേറെ ലെവൽ പെർഫോമൻസിലൂടെ നമ്മുടെ ക്വാളിഫയർ സാധ്യതകൾ അവസാനിച്ചിരിക്കുന്നു. ഇനിയും ക്വാളിഫയർ ഇല്ല. എങ്ങനെയെങ്കിലും പ്ലേ ഓഫിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കണം. നാളെ നടക്കാൻ പോകുന്ന കർണാടക ബുൾഡോസേഴ്സ് തെലുങ്കു മാച്ച് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുംബൈ ഹീറോസ് അതുപോലെ തന്നെ പഞ്ചാബ് ദർശർ മാച്ച് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരെണ്ണത്തിൽ പഞ്ചാബ് ജയിക്കണം, മറ്റേത് കർണാടക ജയിക്കണം. അതായത് കേരള സ്ട്രൈക്കേഴ്സിന് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈ ഒരു മാച്ച് നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് പ്ലേ ഓഫ് സാധ്യതകൾ അവസാന മാച്ച് വരെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവസാന മാച്ചിന് മുമ്പ് വരെ നമ്മുടെ പ്ലേ ഓഫ് സാധ്യതകളെല്ലാം തന്നെ അവസാനിക്കും. സോ ക്വാളിഫയർ സാധ്യതകളെല്ലാം അവസാനിച്ചു. ഇനി എലിമിനേറ്ററിലേക്ക് പോകാനുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. സോ ആ ഒരു സാധ്യത നമുക്ക് അടുത്ത 3 മാച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒന്ന് കേരള സ്ട്രൈക്കേഴ്സും ചെന്നൈ റൈനോസും തമ്മിലുള്ള മാച്ച്, തെലുങ്കു വാരീസ് അതുപോലെ കർണാടക ബുൾഡോസേഴ്സ് മാച്ച്, അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുംബൈ ഹീറോസ് പഞ്ചാബ് ദർശർ മാച്ച്. സോ ഈ ഒരു മാച്ച് 3 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെമി ഫൈനൽ അല്ലെങ്കിൽ എലിമിനേറ്റർ സാധ്യതകൾക്ക്. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്.